നമസ്കാരം. കഴിഞ്ഞ 2 വട്ടവും മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നൽകിയിരുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തിൽ ധാരാളം വികസനങ്ങളാണ് ഉണ്ടായത്. ഭാരതത്തിന്റെ വളർച്ചയിൽ അയൽ രാജ്യങ്ങൾ പോലും പ്രശംസിച്ച് രംഗത്ത് വന്നത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഭീകരവാദത്തെയും ഭീകരവാദികളെ സംരക്ഷിക്കുന്നവരെയും വേരോടെ നശിപ്പിക്കും എന്നത്. അതിനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഓരോ ഏറ്റുമുട്ടലിലും 10 ഇരട്ടി ശക്തിയോടെ ഇന്ത്യ തിരിച്ചടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ പാകിസ്ഥാനും ബംഗ്ലാദേശിനും കനത്ത മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വയം പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഇന്ത്യ പണ്ടത്തെ സർക്കാരിനെ പോലെയല്ലെന്ന മുന്നറിയിപ്പാണ് കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുന്ന, ശത്രുവിന്റെ പരാജയം കാണാതെ മടങ്ങാത്ത ഇന്ത്യയാണിതെന്നും ജയശങ്കർ ഓർമ്മിപ്പിച്ചു. NDTVയിൽ ഇന്ത്യൻ ഓഫ് ഇയർ അവാർഡ് 2024 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് അന്നത്തെ കോൺഗ്രസ് സർക്കാർ മറുപടി നൽകിയില്ല. ഭീകരാക്രമണത്തിൽ പകച്ചു നിന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഉറി, ബാലക്കോട്ട് ആക്രമണങ്ങളിലൂടെ മോദി സർക്കാർ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. 2016 ജമ്മു കാശ്മീരിലെ ഉറിയിലെ ഇന്ത്യൻ സൈനിക താവളത്തിൽ പാകിസ്ഥാനി ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ആക്രമണത്തിൽ 19 ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2019 ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ ജെയ്ഷെ ഭീകരർ നടത്തിയ ചാവേർ ബോംബ് ആക്രമണത്തിൽ 40 സൈനികർ കൊല്ലപ്പെട്ടു. ഇതിന് മറുപടിയായാണ് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഉറിയിൽ സൈനിക താവളത്തിൽ നടത്തിയ ആക്രമണത്തിന് പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ പ്രത്യേക സേനയെ വിന്യസിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മറുപടി നൽകി. 2016 സെപ്റ്റംബറിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിൽ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് നിരവധി ഭീകരവാദ ലോഞ്ച് പാഡുകൾ തകർത്തിരുന്നു. 150ഓളം ഭീകരർ ഇതിൽ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. പാകിസ്ഥാനിൽ നിന്നെത്തിയ ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ മുംബൈയിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 20 സുരക്ഷാ ഉദ്യോഗസ്ഥരും 26 വിദേശികളും അടക്കം 166 ആളുകളാണ് കൊല്ലപ്പെട്ടത്. 300-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇന്ത്യ തീരദേശ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയത്. നാവികസേനയും കോസ്റ്റ് ഗാർഡും സ്റ്റേറ്റ് മെറൈൻ പോലീസും മറ്റ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുമാണ് തീരദേശ സുരക്ഷ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുതിയ ഇന്ത്യയാണെന്ന് മറക്കരുതെന്നും ജയശങ്കർ ഓർമ്മിപ്പിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.